ഹായ്. അപ്പൊ ഞങ്ങളിന്നേ മോന്റെ ഇപ്പൊ ഞങ്ങൾ തൃശ്ശൂര് റൗണ്ടിലാണ് കേട്ടാ ഇങ്ങനെ. അതെ അതെ. അപ്പൊ ഞങ്ങൾ ഇന്ന് മോന്റെ കൂടെ പഠിക്കണ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ബർത്ത്ഡേ 2 ദിവസം മുന്നേ കഴിഞ്ഞു. അപ്പൊ ഇന്നാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പൊ പാലക്കലാണ് അവന്റെ വീട്, എഡ്വിനാണ്. അപ്പൊ അവന് ഇന്ന് സെലിബ്രേഷൻ ആയതുകൊണ്ട് മോനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മോനെ അങ്ങോട്ട് കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോരും കേട്ടാ ഞങ്ങള്. അപ്പൊ എഡ്വിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ല എന്തായാലും ഭഗവാന്മാരൊക്കെ ഒന്ന് തന്നെയാണല്ലോ. എന്നാലും അപ്പൊ എന്താ പറയാ, അപ്പൊ ഞങ്ങള് കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരും. പാലക്കലാണ് എഡ്വിന്റെ വീട്. അപ്പൊ മോളേനെ എന്തിനാ വിളിച്ചിട്ടുണ്ടായിരുന്നു, മോളേനെ കൂട്ടിട്ട് രാഘവ തിയേറ്റർ എമ്പുരാന്റെ അതെ അതെ ബുക്ക് ചെയ്യണം. എന്തായാലും ഇനിയിപ്പോ മൂകാംബിക പോയിട്ട് വന്നിട്ടേ പോവുള്ളൂ. മോളേനെ ഇന്നലെ എഡ്വിന്റെ അമ്മ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളെയും കൂടി കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവള് കാറിൽ ഇരുന്നിട്ട് ഞാനൊന്നും പോവില്ല കേട്ടാ എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്നാ പോണ്ടേ അങ്ങനെയൊക്കെ കൊറേ ഡൗട്ടിലായിരുന്നു നിന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് അവള് പോണില്ല എന്ന് പറഞ്ഞിട്ട് വണ്ടിയിലിരുന്ന്. അപ്പൊ അവൻ പറയാ അതാ സമാധാനം, ചേച്ചി വരണ്ട എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കേട്ടോ. എന്നിട്ട് പിന്നെ ഉണ്ണേട്ടൻ പറഞ്ഞു ഒന്ന് അവനെ അവിടെ വീട്ടിലേക്ക് കൊണ്ടാക്കിട്ട് വാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ അങ്ങോട്ട് പോയപ്പോ പിന്നെ അവര് വേഗം പിടിച്ച് നിർത്തി. അപ്പൊ പിന്നെ 2 പേരും ഇപ്പൊ അവിടെയാണ്. അപ്പൊ അവരേനെ അവിടെ കൊണ്ടാക്കിയിട്ട് ഞങ്ങള് തിരിച്ച് പോരുന്നുണ്ട് കേട്ടാ വീട്ടിലേക്ക്. അതെ. അപ്പൊ എന്താ പറയാ, മോൾക്കാണെങ്കിൽ ഭയങ്കര ബോറടി. കാരണം 24-ാം തീയതി കഴിഞ്ഞാണല്ലോ. അപ്പൊ വെറുതെ TV കാണാ ഇതൊക്കെ. അപ്പൊ ഞാൻ പറയും ബുക്കൊക്കെ എടുത്ത് വായിക്കും. അപ്പൊ അവള് പറയണ്ട പഠിക്കണ സമയത്ത് ബുക്ക് എടുത്ത് വായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇനിയിപ്പോ വെക്കേഷൻ ക്ലാസ് ഒക്കെ 1-ാം തീയതി തുടങ്ങി, April 1-നല്ലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ പിന്നെ ഇങ്ങനെ ബോറടിച്ചിരിക്കുക. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു എന്തായാലും നീയും പൊയ്ക്കോ, പോയി അവിടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഇവന്റെ ഫ്രണ്ട്സ് ഇവളുടെയും ഫ്രണ്ട്സ് ആണ്. ഇവര് ഭയങ്കര എന്താ പറയാ ഇന്റർവെല്ലിനൊക്കെ കളി, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കളിയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ പിന്നെ എന്താ നീ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ ശരി എന്ന് പറഞ്ഞപ്പോ അവിടെ പോയി നിക്കണ്ട്. അവളിങ്ങനെ എന്നെ ടാറ്റ പറയുമ്പോ അമ്മ ഇങ്ങനെയൊക്കെ ഇട്ട് ടാറ്റ പറഞ്ഞത്. ഇനിയിപ്പോ വൈകുന്നേരത്തല്ലേ കൊണ്ടുവരുള്ളൂ, ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഞങ്ങളോട് കേക്ക് കട്ട് ചെയ്യാൻ നിക്കാൻ പറഞ്ഞു, ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാന്നാ പറഞ്ഞത് അവര് കേട്ടോ. പക്ഷെ ഞങ്ങക്ക് കുറച്ച് തിരക്കുള്ള കാരണം കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുത്തിട്ടില്ല. കാരണം ഇന്നലെ തന്നെ ഉണ്ണിയുടെ തണ്ടൽ വേദനയായിട്ട് വീഡിയോ ഒന്നും എടുക്കാനും പറ്റിയിട്ടില്ല. ടാബ്ലറ്റ് കഴിക്കുകയും ചെയ്തു. പിന്നെ ഞാൻ മറ്റേ ബാക്ക് സ്ട്രെങ്തനിങ് ചെയ്യാനുള്ള മസിൽ സ്ട്രെങ്തനിങ് ചെയ്യാനുള്ള എക്സസൈസ് ഇന്നലെ ചെയ്തു. പിന്നെ ഇന്ന് കാലത്തും ചെയ്തു. അപ്പൊ ചെയ്തപ്പോ കുറച്ചൊരു ഇത് കിട്ടി, റിലീഫ് കിട്ടി. അപ്പൊ വലിയ പ്രശ്നമില്ല, കുറച്ചൊരു വേദന കൂടി ഉണ്ട്. അപ്പൊ അത് നാളെയും ഇന്ന് വൈകിട്ടും നാളെയും കൂടി കാറ് പോയതുണ്ടോ, ഇന്ന് വൈകിട്ടും നാളെയും കൂടി എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവും തോന്നുന്നുണ്ട്. അപ്പൊ നമ്മുടെ മൂകാംബിക പോക്കൊക്കെ അടിപൊളിയാവും. കുഴപ്പമില്ല, പേടിച്ചിരിക്കാന്നില്ല നീ. സമാധാനമായി ചെയ്ത് ക്ലിയർ ആക്കാവുന്നേ ഉള്ളൂ. യൂട്യൂബിലത്തെ വണ്ടി ഒന്ന് സൈഡാക്ക്. അയ്യോ ഇവര് വീട് ഇവിടെയാണോ? ഇറങ്ങ അങ്ങനെ എന്താ പറയാ, ഭയങ്കര ഒരു സർപ്രൈസ് ആയിട്ടോ രഞ്ജന. ഞാൻ എപ്പോഴും വീഡിയോ കാണുമ്പോഴേക്കും തൃശ്ശൂര് ഭാഷയാണല്ലോ സംസാരിക്കുന്നത്. അപ്പൊ എവിടെയാണ് എന്നുള്ളൊരു അറിയില്ല. കോളേജില് ഞങ്ങള് എപ്പോഴും, അതായത് ഉണ്ണേന്റെ പെങ്ങളുടെ വീട് അവിടെയാണ്, ഉണ്ണേന്റെ അമ്മയും അനിയനൊക്കെ താമസിക്കുന്ന അവിടെയാണ്. ഞങ്ങൾ എപ്പോഴും പോവാറുണ്ട് അല്ലെ ആ വഴിക്ക്. പിന്നെ സുഭാഷേട്ടൻ വീട് വാങ്ങിച്ചിരിക്കുന്ന അവിടെയല്ലേ, ആ അത്തേക്കാട് വഴി, ആ ഭാഗത്തേക്കൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോവാറുള്ളതാണ്. അപ്പൊ ഇത്ര അടുത്താണെന്നുള്ള അറിഞ്ഞില്ല. ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടം അവരെ അമ്മമ്മേനെ. കഴിഞ്ഞ കൊല്ലം എന്നോട് ഒന്ന് സംസാരിച്ചിട്ടുണ്ട്. പറഞ്ഞപ്പോഴാണ്
എനിക്കറിയില്ല, ഞാൻ അവര് നമ്മുടെ വീഡിയോ കാണാൻ അന്ന് ഒരു ചാനൽ തുടങ്ങിയില്ലോണ്ട് കേട്ടോ. അറിയില്ല. അപ്പൊ നമ്മുടെ വീഡിയോ കാണാറുണ്ട്. അപ്പൊ അന്ന് നീയേ പഴനിക്ക് പോയിട്ട് വയ്യാണ്ട് കിടക്കായിരുന്നു. അപ്പൊ നീ ഉണ്ടായിരുന്നു, ഞാനും അപ്പു ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ കണ്ടിട്ട് സംസാരിക്കുകയും ചെയ്തു പറയാം. പക്ഷെ അത് ഇവരാണെന്ന് തോന്നുന്നുണ്ട്. അവര് വളരെ നിസ്സാര സമയം കൊണ്ട് ഭയങ്കരമായിട്ട് അവര് മില്യൺ അടിച്ചുള്ള ചാനലാണ്. അതെ അതെ, അങ്ങനെയല്ല, നല്ല എന്താ പറയാ, അവരുടെ ഒരു അവതരണം അടിപൊളിയാണ്. ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മൂമ്മ തകർക്കാണ്. അതെ അതെ, അമ്മമ്മക്ക് ഇഷ്ടംപോലെ ഫാൻസാന്ന് പറയണത്. അതെ അതെ അതെ, ഭയങ്കര സന്തോഷായി എന്തായാലും കേട്ടോ. കാരണം ഇന്ന് രാവിലെയും കൂടെ നമ്മളത് വീഡിയോ കണ്ടിട്ട് എവിടെയാണോ അവര് അങ്ങനെ ഇങ്ങനെ പിന്നെ ഞങ്ങള് പിന്നെ വേഗം ഡ്രസ് മാറി വീട്ടിൽ പോയി, അവിടെ പോയി തിരിച്ചു പോരുമ്പോഴാണ് യാദൃശ്ചികമായി അല്ലേ കണ്ടത്. ഭയങ്കര സന്തോഷമായി എന്തായാലും. അതെ, എന്തായാലും പോണല്ലോ കേട്ടോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. സന്തോഷം, ഭയങ്കര ഹാപ്പി ആയി ഞങ്ങൾ എന്തായാലും. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ ആഗ്രഹിച്ചിരുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റി. അത് വലിയ പെട്ടെന്ന് വളർന്നു ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ആയിട്ട്. ഭയങ്കര സന്തോഷം, ഒരുപാട് സപ്പോർട്ട് അവര് കേട്ടോ. സപ്പോർട്ടുള്ള ചാനലാണ് അവര്. മൂന്നാം കേട്ടോ. എല്ലാവരും അവര് ചെയ്യുന്നവരൊക്കെ തന്നെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഉണ്ട്. അതെ, ഇന്നത്തെ വീഡിയോ അപ്പൊ നിർത്തണം ഞങ്ങൾ കേട്ടോ. നമ്മള് മക്കളെ കൊണ്ടുവന്ന ഒരു വ്ളോഗ് എടുക്കാൻ വേണ്ടി അപ്പൊ നോക്കുമ്പോ അങ്ങനെ ഇവരെ കണ്ടപ്പോ അത് വ്ളോഗ് ആകെ മാറി. അതെ, അപ്പൊ അതെ, ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.